ഏവർക്കും 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 4-ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ 4-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 3 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യ 2 ദിവസത്തെ, അതായത് 22, 23 തീയതിയിലെ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 3-ാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രസ്സിൽ തന്നെയാണ്. ആകെ 750 രൂപ നിക്ഷേപിച്ചതിൽ 500 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു. ഇന്നലെ വാല്യൂ എന്നത് 249.99 ആയത് 0.005% സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് വാങ്ങിയാലും വാങ്ങുന്ന വിലയുടെ 0.005%, അതായത് നമ്മൾ ദിവസവും യൂണിറ്റ്സ് വാങ്ങുന്നത് 250 രൂപയ്ക്കല്ലേ, അതുകൊണ്ട് 250 രൂപയുടെ 0.005%, അതായത് 1 പൈസ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകണം. അതുകൊണ്ടാണ് വാല്യൂ 250 രൂപയിൽ നിന്ന് കുറഞ്ഞ് 249.99 ആയത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ യൂണിറ്റ്സ് വാങ്ങുന്നത് NAV പ്രൈസിനാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ NAV പ്രൈസ് എന്നത് മ്യൂച്വൽ ഫണ്ട്സ് എടുക്കുന്ന ഫീസ്, അതായത് എക്സ്പെൻസ് റേഷ്യോ കുറച്ചിട്ട് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ NAV പ്രൈസാണ്. ഇന്നത്തെ NAV പ്രൈസ് ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് 4-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. 250 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗവിൽ എൻ്റർ ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 4-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. നാളെ നമുക്ക് 5-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി വീണ്ടും കാണാം. നിങ്ങളുടെ കമൻസ്, വാല്യുവബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.